ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ. നിനക്കേ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എന്ത് കാഴ്ച? നിന്റെ ചേച്ചിയുടെ തനി സ്വഭാവം. നിന്റെ ഭർത്താവിനോടുള്ള ചേച്ചിയുടെ ഇഷ്ടം കാണണ്ടേ നിനക്ക്? വാരുൺ ഇപ്പൊ എവിടെയാണെന്ന് അറിയണ്ടേ നിനക്ക്? രാധികയുടെ മുറിയിൽ. ഹലോ, കഴിക്ക. ഭക്ഷണം കഴിച്ചിട്ടില്ല. അമ്മ ആർക്കും കിട്ടാതെ ഹാളിൽ വന്നിരിക്കാം. ഞാൻ പോയിട്ട് വരാം. എന്തെയ്യോടാ? അമ്മയെ ഞാൻ കഴിപ്പിച്ചോളാം. ഒത്ത ചെയ്ത് കഴിക്കും. എന്താ? ഞാൻ ഭക്ഷണം കഴിച്ചു, നീ അമ്മ കഴിക്കും. എനിക്ക് വേണ്ട. അത് ഞാനല്ലേ നിരാഹാരം തുടങ്ങിയത്. ഞാനത് അവസാനിപ്പിച്ചു. ഇനിയിപ്പോ എന്താ? എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഇപ്പൊ വിശ്വാസമായോ? ഇനി അമ്മയ്ക്ക് കഴിക്കാലോ. കഴിക്കമ്മേ. നീ വയറ് വിശന്നിരിക്കുമ്പോ എനിക്കിറങ്ങൂ. ഡേ, ഇനി ഇങ്ങനത്തെ തീരുമാനം ഒന്നും എടുക്കരുത്, കേട്ടല്ലോ? ഇല്ലമ്മേ. മതി. ഭഗവാനെ, ഒരു പ്രശ്നമില്ലാതെ എല്ലാരും ഭക്ഷണം കഴിച്ചല്ലോ. അല്ലെങ്കിൽ എനിക്കിന്ന് ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. എന്ത് പറ്റി? ഒന്നുമില്ല. താനിപ്പോ കുളിച്ചോ? ആ. എന്തിനാ കുളിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടന്ന് തുമ്മുന്നത്? ഞാൻ അടുക്കളയിലെ ജോലി കഴിഞ്ഞാ എന്നും കുളിക്കാറുണ്ട്. ഇതിപ്പോ ഇങ്ങനെ വന്നാ എന്താ ചെയ്യാ? തുമ്മല് വന്ന തുമ്മും, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? തന്റെ കലി അടങ്ങില്ല അതുവരെ അല്ലേ? അതെ, പറയണമെന്ന് പറഞ്ഞ കാര്യം താൻ പറഞ്ഞില്ലെങ്കിലും തന്റെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞിട്ടാ ഞാൻ ഭക്ഷണം കഴിച്ചത്, കേട്ടല്ലോ? താൻ എന്നോട് പറയണ്ട. പക്ഷേ തനിക്ക് എന്നെ ജീവനെ പോലെ ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി.
ഭക്ഷണം കഴിക്കാൻ തന്നത് നിർബന്ധിച്ചതൊക്കെ മനുഷ്യത്വത്തിന്റെ പേരില. ഒരാള് പോലും അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയും. ഉം. നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യണമെന്നും പറയും. അതാ ഞാനിന്ന് ചെയ്തത്. ആ, ദേ, ഇത് കള്ളം പറഞ്ഞതിന്റെ. ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല, സത്യം തന്നെയാ പറഞ്ഞത്. ദേ, ഞാൻ പറഞ്ഞേക്കാം, ഇതെന്നെ വാശി പിടിപ്പിക്കലാണേ. ഇനി ഇതിൽ കൂടിയ കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പോ എന്താ തിരിച്ച് ചെയ്യുന്നത് എനിക്കൊന്ന് അറിയണമല്ലോ. എന്ത് ചെയ്യാനാ? അത് ഞാൻ ചെയ്യും. അപ്പൊ കണ്ടോ താൻ. ഓ, അപ്പോ എന്നെ മറ്റുള്ളവര് വെറുക്കുന്ന കാണാൻ ഇഷ്ടം ആണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. അല്ലെങ്കിലും ഞാൻ ജീവിതത്തിൽ അങ്ങനെ സന്തോഷിച്ചിട്ടൊന്നുമില്ലല്ലോ. സങ്കടങ്ങളൊക്കെ നല്ല ശീലമാ. നേരത്തെ ചാവെന്ന് പറഞ്ഞല്ലേ എന്നെ ഭീഷണിപ്പെടുത്തിയത്? ചാകുന്നതിനെ കുറിച്ച് ഒരുപാട് നേരത്തെ ചിന്തിച്ചിട്ടുള്ളവളാ ഞാൻ. അതിനൊക്കെ തയ്യാറെടുത്തതുവാ. എടോ, താൻ വെറുതെ. നിങ്ങളുടെയൊക്കെ ജീവനെ നല്ല വിലയാ. എനിക്കതില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ എല്ലാം അവിടെ കൊണ്ടങ്ങ് തീരും. ആ, അതെ, പോയി കിടന്നോ. ഇങ്ങനൊന്ന് സംസാരിക്കുന്നാണ്ട് ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ഓ. ഡോ. ഇഷ്ടമാണെന്നൊരു വാക്ക് അയാളെ കൊണ്ട് പറയിപ്പിക്കണം. അത് ഇന്ന് തന്നെ പറയിപ്പിക്കണം. ഓഹോ, എങ്കിലേ ഇന്നിത് കൈയോടെ പിടിക്കണം. പ്രിയങ്ക തന്നെ പിടിക്കണം. പ്രിയങ്കേ, പ്രിയങ്കേ, ഒന്ന് എഴുന്നേക്ക്. എന്താ? ആ, നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ. നിനക്കേ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എന്ത് കാഴ്ച? നിന്റെ ചേച്ചിയുടെ തനി സ്വഭാവം. നിന്റെ ഭർത്താവിനോടുള്ള ചേച്ചിയുടെ ഇഷ്ടം കാണണ്ടേ നിനക്ക്? വരുൺ ഇപ്പൊ എവിടെയാണെന്ന് അറിയണ്ടേ നിനക്ക്? രാധികയുടെ മുറിയില്.